എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെജി ടി, സീനിയർ ഇൻസ്ട്രക്ടർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഗവൺമെൻറ് IT മലമ്പുഴ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ അഥവാ മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഒബ്ജക്റ്റീവ്സ്: ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, basic arrangements of multi-point fuel injection, main components of multi-point fuel injection. Petrol vehicle uses carburetor for supplying the air fuel mixture in correct ratio to cylinders in all RPM ranges. ഒരു പെട്രോൾ എഞ്ചിനിൽ കാർബറേറ്റർ എഞ്ചിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് എയർ ഫ്യൂൽ മിക്സർ സപ്ലൈ ചെയ്തിരുന്നു. ഇൻ റെസ്പോൺസ് ടു റീസെൻറ്റ് ഡിമാൻഡ്സ് for cleaner exhaust emission, more economical fuel consumption, improved drivability, the carburetor equipped with various compensating devices make it with more complex system. Cleaner exhaust emission ആവശ്യകത, more economical fuel consumption ആവശ്യകത, improved drivability എന്നീ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് കാർബറേറ്ററിൽ മാറ്റങ്ങൾ വരുത്തുകയും അത് കാർബറേറ്റർ സിസ്റ്റത്തിനെ കൂടുതൽ കോംപ്ലക്സ് രീതിയിലുള്ള സിസ്റ്റങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ദ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അഷ്വറിംഗ് പ്രോപ്പർ എയർ ഫ്യൂൽ റേഷ്യോ ടു ദ എൻജിൻ ബൈ ഇലക്ട്രിക്കലി ഇഞ്ചക്റ്റിംഗ് ഫ്യൂൽ ഇൻ അക്കോർഡിംഗ് ടു വേരിയസ് എൻജിൻ കണ്ടീഷൻസ്. എൻജിൻ്റെ വേരിയസ് കണ്ടീഷൻസ് അക്കോർഡിംഗ് ടു റോഡ് കണ്ടീഷൻ, ടെമ്പറേച്ചർ മാറ്റം, ഇതിനെല്ലാം അനുസൃതമായി ഒരു ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് എഞ്ചിനകത്തേക്ക് നൽകുന്നു. ദ EFI എൻജിൻസ് റൺ മോർ സ്മൂത്ത്ലി വിത്ത് ലോവർ എമിഷൻസ് ആൻഡ് ഫ്യൂൽ കൺസപ്ഷൻ. നേരത്തെ പറഞ്ഞ 3 അനിവാര്യതകൾ, ഫ്യൂൽ കൺസപ്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എക്സോസ്റ്റ് എമിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് കാര്യങ്ങളിലാണെങ്കിലും ഒരു ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം റൺ മോർ സ്മൂത്ത്ലി. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ. എന്താണ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ? ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് പ്രഷറൈസ്ഡ് ഇഞ്ചക്ഷൻ സിസ്റ്റം വിച്ച് യൂസസ് എ സോളിനോയിഡ് ഓപ്പറേറ്റഡ് ഇഞ്ചക്ടർ വിത്ത് എ ഫിക്സഡ് ഓർഫീസ്. ഒരു സോളിനോയിഡ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇഞ്ചക്ടറിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ആ പ്രഷർ സിസ്റ്റത്തിൻ്റെ സഹായത്താൽ ഫ്യൂവലിനെ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. വെൻ ദേ ആർ പവേർഡ്, ഇഞ്ചക്ടർ ഇഞ്ചക്ട്സ് ഫ്യൂവൽ ഇൻ ടു ഇൻഡിവിജ്വൽ സിലിണ്ടേഴ്സ് ബേസ്ഡ് ഓൺ കമാൻഡ്സ് ഫ്രം ദ ഓൺബോർഡ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം കമ്പ്യൂട്ടർ. ഇറ്റ്സ് നോൺ ആസ് ECU. ECU എന്ന് പറയുന്ന ഒരു ഓൺബോർഡ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് കമാൻഡ്സ്, സെൻസേഴ്സിൽ നിന്നും കിട്ടുന്ന കമാൻഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വലായി ഓരോ സിലിണ്ടറിലേക്കും ഇഞ്ചക്ടർ ഫ്യൂവലിനെ എത്തിക്കുന്നു. സെൻസർ സെൻസസ് ദ റിക്വയർഡ് ഫ്യൂവൽ ക്വാണ്ടിറ്റി. ഓരോ സിലിണ്ടറിലേക്കും വേണ്ട റിക്വയർഡ് ഫ്യൂവൽ എത്രയാണെന്ന് സെൻസർ സെൻസ് ചെയ്യുകയും ആൻഡ് സെൻഡ് ദിസ് ഇൻഫർമേഷൻ ടു ECU. അങ്ങനെ സെൻസർ സെൻസ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് ECU എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്ക് നൽകുകയും അത് കൊടുക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ രൂപത്തിലാണ്. ECU ദെൻ കാൽക്കുലേറ്റ് ദ റിക്വയർഡ് പൾസ് ടു ഇഞ്ചക്ടർ ഫ്യൂവൽ. ഇങ്ങനെ ഇലക്ട്രിക്കൽ രൂപത്തിൽ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ECU കാൽക്കുലേറ്റ് ചെയ്യുകയും റിക്വയർഡ് പൾസ് രൂപത്തിൽ ഇഞ്ചക്ടറിന് ഫ്യൂവലിനെ നൽകാനുള്ള നിർദ്ദേശം നൽകുകയും കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇഞ്ചക്ടറിൽ നിന്നും ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ഫ്യൂൽ സപ്ലൈ ആണ് എൻജിൻ സിലിണ്ടറിലേക്ക് ലഭിക്കുന്നത്. ECU യൂസസ് കറണ്ട് ആസ് പൾസ് ആൻഡ് ഓപ്പൺ ഇഞ്ചക്ടർ. ECU കറണ്ടാണ് ഇഞ്ചക്ടറിലേക്ക് ഡീസൽ കൊടുക്കുന്നതിനുള്ള പൾസ് രൂപത്തിലാക്കി സിഗ്നൽസ് നൽകുന്നത്. ഫ്യൂൽ സ്പ്രേഡ് ത്രൂ ദ ഇഞ്ചക്ടർ ഈസ് അറ്റോമൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് പഠിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നതാണ്. ചെറിയ ചെറിയ കണികകൾ ആസ് എ പ്രഷറൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് ഒന്നുകൂടി വളരെ ചെറിയ കണികകളായി ഡെൻസ് മിസ്റ്റ് പാർട്ടിക്കിൾസ് ആയുള്ള രൂപത്തിലാണത് നൽകുന്നത്. ആൻഡ് എയർ ഈസ് മിക്സഡ് ഇൻ ഇറ്റ് വിത്ത്
ഫോംസ് കമ്പസ്റ്റബിൾ. ഒരു എഞ്ചിൻ സിലിണ്ടറിനകത്ത് ലഭ്യമാക്കേണ്ട കമ്പസ്റ്റബിൾ മിക്സ്ചറിൻ്റെ രൂപത്തിൽ അറ്റോമിക് കണ്ടീഷനിലാണ് ഇഞ്ചക്ടർ ഫ്യൂവലിനെ എഞ്ചിൻ സിലിലേക്ക് നൽകുന്നത്. ഇതാണ് ഒരു ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു പ്രഷറൈസ്ഡ് സിസ്റ്റം ഇഞ്ചക്ടറിൻ്റെ സഹായത്താൽ എഞ്ചിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ഫ്യൂവലിനെ എഞ്ചിൻ സിലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇത് തന്നെയാണ് കാർബറേറ്റർ ചെയ്തിരുന്നെങ്കിലും എയർ ഫിൽ മിക്സ്ചർ കാർബറേഷൻ പ്രോസസ്സിലൂടെയാണ് കാർബറേറ്റർ നടത്തിയിരുന്നെങ്കിൽ ഇത് പ്രഷറൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ് ചെറിയ ചെറിയ കണികളൊക്കെ മാറ്റുന്നത്. ഓക്കെ, ഇനി ബേസിക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് MPFI. സാധാരണയായിട്ട് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ കൂടുതൽ ഉപയോഗിക്കുന്ന മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ സാധാരണയായിട്ട് ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, 2 പോർട്ട് ഇഞ്ചക്ഷൻ. ഇനി നമുക്ക് നോക്കാം എന്താണ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, അതായത് TBI അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ. ഇതിനെ സാധാരണയായിട്ട് SPFI അല്ലെങ്കിൽ സിംഗിൾ പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഹാസ് എ ത്രോട്ടിൽ ബോഡി സെയിം ആസ് ദ ത്രോട്ടിൽ ബോഡി ഓഫ് എ കാർബറേറ്റർ. ഒരു കാർബറേറ്ററിലുള്ള പോലെ തന്നെ ഒരു ത്രോട്ടിൽ ബോഡി അല്ലെങ്കിൽ ഒരു ഷോക്ക് ട്യൂബ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നു. എയർ എൻ്ററിങ് ഇൻസൈഡ് ദ മാനിഫോൾഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ എ ത്രോട്ടിൽ വാൾവ്. ഇങ്ങനെ ത്രോട്ടിൽ പാസേജിൽ കൂടി വരുന്ന എയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ത്രോട്ടിൽ വാൽവും ത്രോട്ടിൽ ബോഡിയിൽ പിടിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ത്രോട്ടിൽ പാസേജിൽ കൊടുത്തിരിക്കുന്നു. ഈ ത്രോട്ടിൽ വാൽവാണ് ഈ ത്രോട്ടിൽ ബോഡിയിൽ കൂടെ എത്ര എയർ പോകണമെന്ന് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇഞ്ചക്ടർ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ ത്രോട്ട് ഓഫ് ദ ത്രോട്ടിൽ ബോഡി. ഈ ത്രോട്ടിൽ ബോഡിയുടെ ത്രോട്ടിൽ തന്നെയാണ് ഒരു ഇഞ്ചക്ടറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഇഞ്ചക്ടഡ് ഫ്യൂവൽ മിക്സസ് വിത്ത് ദ എയർ ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഇൻടേക്ക് മാനിഫോൾഡ്. ഇൻടേക്ക് മാനിഫോൾഡിന് തൊട്ട് മുകളിലായിട്ടാണ് ത്രോട്ടിൽ ബോഡി കൊടുത്തിരിക്കുന്നത്. ഈ ത്രോട്ടിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ഇഞ്ചക്ടറിൽ കൂടി സ്പ്രേ ചെയ്യുന്ന ഫ്യൂവൽ എയറുമായിട്ട് മിക്സ് ചെയ്ത് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് പോയി എത്തുന്നു. ഇൻ ടൈംഡ് ഇഞ്ചക്ഷൻ സിസ്റ്റം പെട്രോൾ ഈസ് സപ്ലൈഡ് ലൈക്ക് എ പൾസ്. ടൈംഡ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലാണെങ്കിൽ പെട്രോള് സ്പ്രേ ചെയ്യുന്നത് ഒരു പൾസ് രൂപത്തിലാണ്. ഇൻ കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഫ്യൂവല് കണ്ടിന്യൂസ് ആയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ഇതിൽ ഫിഗറിൽ വ്യക്തമായി കാണുന്നില്ല, തൊട്ട് താഴെയായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ കണ്ടിന്യൂസ് സ്പ്രേയിങ് സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പ്രേ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടൈംഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പൾസ് രൂപത്തിലും കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്പ്രേയുമാണ് കൊടുക്കുന്നത്. 2 അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒന്ന് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനും പോർട്ട് ഇഞ്ചക്ഷനും. ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് പോർട്ട് ഇഞ്ചക്ഷൻ എന്ന് നോക്കാം. ഇതാണ് ഇന്ന് വാഹനങ്ങളിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് സിസ്റ്റം ഇഞ്ചക്ടർ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ ഇൻടേക്ക് മാനിഫോൾഡ് നിയർ ദ ഇൻടേക്ക് പോർട്ട്. നേരത്തെ ത്രോട്ടിൽ ബോഡിയിലാണ് ഇഞ്ചക്ടർ കൊടുത്തിരുന്നത്, ഒരു സിംഗിൾ ഇഞ്ചക്ടറാണെന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഇഞ്ചക്ടർ കൊടുത്തിരിക്കുന്നത് ഇൻടേക്ക് മാനിഫോൾഡിലാണ് നിയർ ടു ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ടിന് തൊട്ടടുത്തായിട്ട് ഇൻടേക്ക് മാനിഫോൾഡിലാണ് നമ്മളിതിൽ ഇഞ്ചക്ടർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചക്ടർ സ്പ്രേസ് പെട്രോൾ ഇൻസൈഡ് ദ ഇൻടേക്ക് മാനിഫോൾഡ്. നേരത്തെ ത്രോട്ടിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ഇഞ്ചക്ടർ ത്രോട്ടിലേക്കാണ് പെട്രോളിനെ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ പോർട്ട് ഇഞ്ചക്ഷനിൽ ഇഞ്ചക്ടർ പെട്രോളിനെ സ്പ്രേ ചെയ്യുന്നത് ഇൻടേക്ക് മാനിഫോൾഡിലേക്കാണ്. പെട്രോൾ ഗെറ്റ്സ് ഈക്വലി മിക്സഡ് വിത്ത് എയർ. ഇപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന എയറിലേക്ക് പെട്രോളിനെ ഇഞ്ചക്ടർ സ്പ്രേ ചെയ്യുന്നു. പെട്രോൾ എയർ ഫ്യൂൽ മിക്സ്ചർ ഫ്ലോസ് ത്രൂ ദി ഇൻലെറ്റ് വാൽവ് ടു ദ സിലിണ്ടർ. തൊട്ടടുത്തുള്ള ഇൻലെറ്റ് വാൽവിൽ കൂടെ സിലിണ്ടറിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. എവരി സിലിണ്ടർ ഇൻസ്റ്റാൾഡ് വിത്ത് 1 ഇഞ്ചക്ടർ. ഒരു സിലിണ്ടറിലേക്ക് ഒരു ഇഞ്ചക്ടർ എന്ന നിലയ്ക്ക് 4 സിലിണ്ടർ ആണെങ്കിൽ 4 ഇഞ്ചക്ടർ, 6 സിലിണ്ടർ ആണെങ്കിൽ 6 ഇഞ്ചക്ടർ. അതാണ് പോർട്ട് ഇഞ്ചക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിൻ കമ്പോണൻറ്റ്സ് ഓഫ് MPFI സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് സിസ്റ്റം ഹാസ് 4 മേജർ കമ്പോണൻറ്റ്സ്. കമ്പോണൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ MPFI സിസ്റ്റത്തിൽ മേജറായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റ്സിനാണ് നമ്മളിവിടെ നോട്ടിഫൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് എയർ ഇൻടേക്ക് സിസ്റ്റം. എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ MPFI സിസ്റ്റത്തിൽ എയർ എൻട്രി ചെയ്ത് എഞ്ചിനകത്തേക്ക് എത്തുന്നത്. ഫ്യൂൽ ഡെലിവറി സിസ്റ്റം. എങ്ങനെയാണ് ഒരു ഫ്യൂൽ പെട്രോൾ ടാങ്കിൽ നിന്നും വന്ന് എഞ്ചിനകത്തേക്ക് എത്തുന്നത്. ഇലക്ട്രോണിക് കൺട്രോൾ. എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. 4ാമതായി എൻജിൻ കൺട്രോൾ മോഡ്യൂൾ ECM. എന്താണ് ECM? ഇത് 4മാണ് മെയിൻ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായി എയർ ഇൻടേക്ക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ നോക്കിയാൽ കാണാം
ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു. എയർ എന്ന് പറയുന്നത് സാധാരണ എയർ പാസേജ്, കടന്നു വരുന്ന എയർ പാസേജിൽ കൂടെ തന്നെ വരുന്നു. ആ പാസേജിൽ കൂടെ വരുന്ന എയർ നേരെ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് പോകുന്നത് ഇൻലെറ്റ് വാൽവിൽ കൂടെ കയറിയിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നതായിട്ട് കാണാം. ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് ഫ്യൂൽ റെയിലും കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ റെയിലും കൂടി ഫ്യൂലും വരുന്നുണ്ട്. ഫ്യൂൽ റെയിലിൽ നിന്ന് വരുന്ന പെട്രോള് ഇഞ്ചക്ടറിൽ കൂടെ സ്പ്രേ ചെയ്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എയറിലേക്ക് കയറി നേരെ ഇൻലെറ്റ് പോർട്ട് വഴിക്ക് നേരെ ഇറങ്ങിപ്പോകുന്നു. ജസ്റ്റ് പോർട്ട് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഒന്ന് വായിക്കാം എയർ ഇൻടേക്ക് സിസ്റ്റം എന്താണെന്നുള്ളത്. എയർ ഈസ് ഫിൽറ്റേഡ് ബൈ എ എയർ ക്ലീനർ പാസസ് ത്രൂ ദി ത്രോട്ടിൽ ബോഡി ആൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഇൻടേക്ക് മാനിഫോൾഡ് ആൻഡ് ഡ്രോൺ ഇൻ ടു ദ ഈച്ച് കമ്പഷൻ ചേമ്പർ. നേരത്തെ പറഞ്ഞ പോലെ എയർ ക്ലീനർ ക്ലീൻ ചെയ്യുന്ന എയറും പെട്രോൾ ഫ്യൂൽ പമ്പിൽ കൂടെ വരുന്ന ഫ്യൂൽ ഇഞ്ചക്ടറിൽ കൂടെ വരുന്ന പെട്രോളും മിക്സ് ചെയ്ത് എൻജിൻ സെല്ലിനകത്തേക്ക് പോകുന്നു. രണ്ടാമതായിട്ട് വെൻ ദ IAC, അതായത് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ്. IAC എന്ന് പറഞ്ഞാൽ ഐഡിയൽ എയർ കൺട്രോൾ വാൽവ്. ഒരു വാഹനം ഐഡിലിംഗ് നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലൊരു കമ്പോണൻ്റ് ആണ്. ഓപ്പൺ അക്കോർഡിംഗ് ടു ദ സിഗ്നൽ ഫ്രം ECM, എയർ ബൈപ്പാസസ് ദ ത്രോട്ടിൽ വാൽവ് ത്രൂ ബൈപ്പാസ് പാസേജ് ആൻഡ് ഫൈനലി ഡ്രോൺ ഇൻ ടു ദ ഇൻടേക്ക് മാനിഫോൾഡ്. ഇതിനകത്തുള്ള ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതും ഓപ്പൺ ചെയ്യണമെങ്കിൽ സിഗ്നൽ എവിടെ നിന്ന് വരണം? ഇലക്ട്രോണിക് കൺട്രോൾ മോഡിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനനുസൃതമായി ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് ഓപ്പൺ ആകുകയാണെങ്കിൽ എയർ ബൈപ്പാസസ് ത്രൂ ദി വാൽവ് ത്രൂ ബൈപ്പാസ് പാസേജ്. സാധാരണ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന എയറിന് പുറമെ ഒരു ബൈപ്പാസ് പാസേജിൽ കൂടിയും എയർ എൻട്രി ചെയ്യും. അതും എൻജിൻ മാനിഫോൾഡിനകത്തൂടെ കയറി നേരെ എൻജിൻ സെല്ലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എയർ ഇൻടേക്ക് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് രണ്ട് പാർട്ടുകൾ മനസ്സിലാക്കി വെക്കാം. ഒന്ന് ത്രോട്ടിൽ ബോഡി. എന്താണ് ത്രോട്ടിൽ ബോഡി? ദ ത്രോട്ടിൽ ബോഡി കൺസിസ്റ്റ് ഓഫ്, ഒരു ത്രോട്ടിൽ ബോഡിയിൽ സാധാരണയായിട്ട് ഒരു മെയിൻ ബോർ അല്ലെങ്കിൽ ഒരു പാസേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ആ പാസേജിൽ ഒരു എയർ ബൈപ്പാസ് പാസേജ് ഉണ്ടായി. മെയിൻ പാസേജും കാണും, എയറിനെ മൂവ് ചെയ്യാനുള്ള ഒരു ബൈപ്പാസ് പാസേജ്. നേരത്തെ പറഞ്ഞ IAC വാൽവാണ് ഈ ബൈപ്പാസ് പാസേജിനെ തുറക്കുകയടക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ത്രോട്ടിൽ വാൽവ്. ത്രോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആ ത്രോട്ടിൽ പാസേജിനകത്ത് എയർ വരുന്നതിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വാൽവിനെ പറയുന്ന പേരാണ് ത്രോട്ടിൽ വാൽവ്. ഈ വാൽവാണ് ഇൻ്റർലോക്ക്ഡ് വിത്ത് ആക്സിലറേറ്റർ പെഡൽ ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ഇൻടേക്ക് എയർ. ഇതിനകത്തേക്ക് എഞ്ചിനകത്തേക്ക് എത്ര എയർ വരണമെന്ന് തീരുമാനിക്കുന്നത് ത്രോട്ടിൽ ബോഡിയിൽ കൂടി വരുന്ന എയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വാൽവാണ് ത്രോട്ടിൽ വാൽവ്. പക്ഷേ ഇത് ഇൻ്റർലോക്ക്ഡ് വിത്ത് ദ ആക്സിലറേറ്റർ പെഡലാണ് ഈ ത്രോട്ടിൽ വാൽവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് TP സെൻസർ അല്ലെങ്കിൽ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഡിറ്റക്ട്സ് ദ ത്രോട്ടിൽ വാൽവ് ഓപ്പണിംഗ് ആൻഡ് സെൻസ് സിഗ്നൽ ടു ദ ECM. ത്രോട്ടിൽ വാൽവ് എത്രത്തോളം തുറക്കുന്നു അടയ്ക്കുന്നു എന്നുള്ള സിഗ്നൽസ് ECMന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സെൻസറാണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അല്ലെങ്കിൽ TP സെൻസർ. ഇത് ഈ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഇതിനകത്തേക്ക് എത്ര ഡീസൽ വേണം, കാരണം ത്രോട്ടിൽ പൊസിഷൻ കൊടുക്കുന്നത് എത്ര എയർ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി അതിന് പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു പെട്രോൾ സപ്ലൈ കൊടുക്കാനായിട്ട് ECMന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഞ്ചാമത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് IAC വാൽവ്. IAC വാൽവ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് സപ്ലൈസ് ദ ബൈപ്പാസ് എയർ ഡിപ്പെൻഡിങ് ഓൺ ദ എഞ്ചിൻ്റെ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലും ചില പ്രത്യേക സാഹചര്യം എഞ്ചിൻ്റെ വേരിയഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ചില സമയങ്ങളിൽ നമ്മൾ എയർ ഫ്യൂൽ റേഷ്യോയിൽ എയറിൻ്റെ വ്യത്യാസം വരുത്തേണ്ടി വരും. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ബൈപ്പാസ് പാസേജ് വഴിക്കും കൂടെ എയറിനെ കയറ്റി വിട്ടുകൊണ്ട്, ഇപ്പോൾ ത്രോട്ടിൽ ആൾമോസ്റ്റ് ക്ലോസ്ഡ് പൊസിഷനാണ് ഐഡ്ലിംഗ് സിസ്റ്റത്തിൽ. അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന എയർ ചിലപ്പോൾ ചില സമയത്ത് എഞ്ചിൻ ലോഡ് വരുന്ന സമയത്ത് ഐഡ്ലിംഗ് മൂവ് ചെയ്യാൻ അതിന് സാധിക്കില്ല. അപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഈ IAC വാൽവ് ഓപ്പൺ ചെയ്യുകയും ബൈപ്പാസ് പാസേജ് വഴിക്ക് എയറിനെ എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്താൽ ഐഡിയലിങ്ങിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അതിന് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം. ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് എന്താണെന്നുള്ളത്. ദ IAC വാൽവ് കൺട്രോൾസ് ഓപ്പണിംഗ് ഓഫ് ദ ബൈപ്പാസ് എയർ പാസേജ്. ത്രോട്ടിൽ പാസേജിന് പുറമെ ബൈപ്പാസ് എയർ പാസേജിനെ കൺട്രോൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്നതാണ് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. ദ എയർ പാസ് ത്രൂ ദി ബൈപ്പാസ് പാസേജ് ആൻഡ് ഡ്രോൺ ഇൻ ടു ദ ഇൻടേക്ക് മാനിഫോൾഡ്. ഈ നേരത്തെ വന്നുകൊണ്ടിരിക്കുന്ന പാസേജിൽ കൂടി വന്നുകൊണ്ടിരുന്ന എയറും ഇൻടേക്ക് മാനിഫോൾഡിൽ എത്തുന്നുണ്ട്. ബൈപ്പാസ് പാസേജ് വഴിക്ക് വരുന്ന എയറും ഇൻടേക്ക് മാനിഫോൾഡിൽ വന്ന് എത്തിച്ചേരുന്നു. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ വാൽവ് ഇറ്റ് സെൽഫ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓപ്പറേഷൻ ഓഫ് ദ മാഗ്നറ്റ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ഇറ്റ്. ഈ കൺട്രോൾ വാൽവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിൽ കിട്ടുന്ന സിഗ്നൽസിനനുസരിച്ചിട്ടാണ് IAC വാൽവ് തുറക്കടയ്ക്കുകയും ചെയ്യുന്നത്. ദ മാഗ്നറ്റ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക് കറണ്ട് ഫ്രം ECM. ECMൽ കിട്ടുന്ന സിഗ്നൽസിനനുസരിച്ചിട്ട് പൾസ് രൂപത്തിലുള്ളൊരു സിഗ്നൽ മാഗ്നറ്റിക് ഫോഴ്സിന് കൊടുക്കുന്നു, മാഗ്നറ്റിന് കൊടുക്കുന്നു. മാഗ്നറ്റ് അതിന് പ്രൊപ്പോർഷനായിട്ട് IAC വാൽവിനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഇതിലെ എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ മെയിൻ 2 പാർട്ടാണ്. ഒന്ന് ത്രോട്ടിൽ ബോഡി പാർട്ടും രണ്ടാമത് ഐഡിൽ എയർ കൺട്രോൾ വാൽവ് എന്ന് പറയുന്ന പാർട്ടും. ഓക്കെ. രണ്ടാമത് ഫ്യൂൽ ഡെലിവറി സിസ്റ്റം. The fuel in the fuel tank is pumped by the fuel pump under pressure to each injector through the delivery pipe. ഫ്യൂൽ ഡെലിവറി സിസ്റ്റത്തിലെ ഫ്യൂൽ ടാങ്കിൽ നിന്നും ഒരു ഫ്യൂൽ പമ്പിൻ്റെ സഹായത്താൽ ഫ്യൂലിനെ അണ്ടർ പ്രഷറിലാക്കി പ്രഷറൈസ് ചെയ്തതിന് ശേഷം ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നു ത്രൂ ഡെലിവറി പൈപ്പ്. ഫിഗർ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദ ഫ്യൂൽ പ്രഷർ അപ്ലൈഡ് ടു ദ ഇഞ്ചക്ടർ ഈസ് ആൾവേസ് കെപ്റ്റ് എ സർട്ടൻ amount higher than the pressure in the intake manifold by the fuel pressure regulator. MPFI സിസ്റ്റത്തിൽ അല്ലെങ്കിൽ EFI സിസ്റ്റത്തിൽ എൻജിൻ മാനിഫോൾഡ് പ്രഷറിനെക്കാട്ടിൽ വളരെ കൂടുതലായിരിക്കണം ഇഞ്ചക്ഷൻ പ്രഷർ എന്ന് പറയുന്നത്. അതൊരു ഫ്യൂൽ പ്രഷർ റെഗുലേറ്ററിൻ്റെ സഹായത്താൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. when the injector opens according to the signal from ECMൽ നിന്ന് കിട്ടുന്ന സിഗ്നലിൻ്റെ അനുസൃതമായി ഇഞ്ചക്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദ ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ഇൻടേക്ക് പോർട്ടിലേക്ക് ഫ്യൂലിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ദ ഫ്യൂൽ റിലീവ്ഡ് ബൈ ദ ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ റിട്ടേൺ ത്രൂ ദി ഫ്യൂൽ റിട്ടേൺ ലൈൻ ടു ദ ഫ്യൂൽ ടാങ്ക്. ഫ്യൂൽ റെയിലിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഏതെങ്കിലും സമയത്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുകയും എക്സസ് ആയിട്ട് വരുന്ന ഫ്യൂലിനെ ഫ്യൂൽ റിട്ടേൺ ലൈനിൽ കൂടെ ഫ്യൂൽ ടാങ്കിലേക്ക് തന്നെ റിട്ടേൺ കൊടുക്കുകയും ചെയ്യുന്നു. അടുത്ത ഇതിൽ തന്നെ വരുന്നൊരു കമ്പോണൻ്റാണ് ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത്. എന്താണ് ഒരു MPFI സിസ്റ്റത്തിലെ ഫ്യൂൽ ഫീഡ് പമ്പ് എന്ന് പറയുന്നത്? ലൊക്കേറ്റഡ് ഓൺ ദ ഫ്യൂൽ ടാങ്ക്. ഈ ഫ്യൂൽ പമ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂൽ ടാങ്കിൽ തന്നെയാണ്. കൺസിസ്റ്റ് ഓഫ് എ ആർമേച്ചർ, മാഗ്നറ്റ്, ഇംബെല്ലർ, ബ്രഷ്, ചെക്ക് വാൾ എക്സെട്ര. ഒരു MPFI സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ പമ്പിന് വരുന്ന കമ്പോണൻസ് ആണ് ആർമേച്ചർ, മാഗ്നറ്റ്, ഇംബെല്ലർ, ബ്രഷ്, ചെക്ക് വാൾ എന്നിവ. ECM കൺട്രോൾസ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഈ ഫ്യൂൽ പമ്പിനെ എപ്പോൾ വർക്ക് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ തന്നെയാണ്. വെൻ ദ പവർ ഈസ് സപ്ലൈഡ് ടു ദ ഫ്യൂൽ പമ്പ്, ദ മോട്ടോർ ഇൻ ദ പമ്പ് റൺസ് ആൻഡ് ഡസ് ദ ഇംബെല്ലർ. ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് വർക്കാൻ തുടങ്ങിയും ഒപ്പം ഇംബെല്ലറും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. This causes pressure difference occur between the both sides of the ഇംബെല്ലറിൻ്റെ 2 സൈഡിലുമുള്ള ചേമ്പറുകളിൽ ചെറിയൊരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. as there are many grooves around it. ഇതിന് ചുറ്റിലും ചെറിയ ചെറിയ ഗ്രൂവ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. The fuel is drawn through the inlet port. ഈ പ്രഷർ ഡിഫറൻസിൻ്റെ ഫലമായിട്ട് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഫ്യൂൽ പമ്പിലുള്ള ഇൻലെറ്റ് പോർട്ടിൽ കൂടെ ഇൻലെറ്റ് വഴിക്ക് ഇതിനകത്തേക്ക് ഫ്യൂൽ എൻട്രി ചെയ്യുന്നു. when pressure increases it is discharged through the ഔട്ട്ലെറ്റ് പോർട്ട്. ഇംബെല്ലറിൻ്റെ സഹായത്താൽ ഫ്യൂൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വാട്ടർ പമ്പിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൽ പഠിച്ചില്ല. ഇംബെല്ലർ വെച്ചിട്ട് വാട്ടർ പമ്പ് പഠിച്ചില്ല. അതുപോലെ തന്നെ അവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ ഒരു ഫ്യൂൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫ്യൂൽ പ്രഷർ ഇൻലെറ്റ് പോർട്ടിൽ കൂടെ കയറി വരുന്ന ഫ്യൂൽ ഇംബെല്ലറിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി അതിൽ കൊടുത്തിരിക്കുന്ന ചെറിയ സുഷിരങ്ങളിലും കൂടെ അടുത്ത സൈഡിലേക്ക് പോവുകയും അവിടെ നേരെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഫ്യൂൽ പമ്പ് ആൾസോ ഹാസ് എ ചെക്ക് വാൽവ് ടു കീപ്. ഇതിനകത്തൊരു ചെക്ക് വാൽവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സം ഫ്യൂൽ പ്രഷർ ഇൻ ദ ഫ്യൂൽ ഫീഡ് ലൈൻ ഈവൻ വെൻ ദ ഫ്യൂൽ പമ്പ് ഈസ്. ഏതെങ്കിലും സമയത്ത് ഫ്യൂൽ പമ്പിൻ്റെ പ്രഷർ കുറയുകയോ അല്ലെങ്കിൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലും ഫ്യൂൽ ലൈനിൽ കയറിയിരിക്കുന്ന പ്രഷർ റിട്ടേൺ വീണ്ടും ഫ്യൂൽ പമ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ റിട്ടേൺ ചെക്ക് വാൽവും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂൽ പമ്പിൽ വരുന്ന കമ്പോണൻസ് ആണ്. ഒന്നുകൂടെ പറയാം: ആർമേച്ചർ, മാഗ്നറ്റ്, ഇംബെല്ലർ, ബ്രഷ്, ചെക്ക് വാൽ. ഇതാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ഒരു കമ്പോണൻ്റാണ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എയർ എൻട്രിങ് സിസ്റ്റം പഠിച്ചു, ഫ്യൂൽ എങ്ങനെയാണ് എൻട്രി എന്നുള്ളത് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ EFI സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. ദ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വേരിയസ് സെൻസേഴ്സ് വിച്ച് ഡിറ്റക്റ്റഡ് ദ സ്റ്റേറ്റ് ഓഫ് എൻജിൻ ആൻഡ് ഡ്രൈവിംഗ് കണ്ടീഷൻ. എൻജിൻ്റെ ഈച്ച് ആൻഡ് എവരി പാർട്ടിലെ ഓരോ സെൻസേഷനും മനസ്സിലാക്കാനുള്ള സെൻസറുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഡ്രൈവിംഗ് കണ്ടീഷൻ, വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷൻ എന്താണെന്നും സെൻസറുകളുടെ സഹായത്തിൽ മനസ്സിലാക്കുന്നു. അതെല്ലാം ECMലേക്ക് കൊടുക്കാനായിട്ടുള്ള സിസ്റ്റം ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദ ECM കൺട്രോൾസ് ദ വേരിയസ് ഡിവൈസസ് അക്കോർഡിംഗ് ടു ദ സിഗ്നൽസ് ഫ്രം ദ സെൻസേഴ്സ് ആൻഡ് വേരിയസ് കണക്റ്റഡ് ഡിവൈസസ്. വേരിയസ് ആയിട്ടുള്ള സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകളുടെ സഹായത്താൽ ECM വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യപ്പെടുകയും അതിൻ്റെ അക്കോർഡിംഗ് ടു ദ വർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം അതിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.
ദ വേരിയസ് സിസ്റ്റംസ് ആർ, ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന സബ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എങ്ങനെയാണ് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഐഡിയൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം, ഫ്യൂൽ പമ്പ് കൺട്രോൾ സിസ്റ്റം, ഇഗ്നേഷൻ കൺട്രോൾ സിസ്റ്റം, റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം. അതായത് ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നുണ്ട്, രണ്ടാമത് ഐഡിയൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നുണ്ട്, ഫ്യൂൽ പമ്പ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നുണ്ട്, ഇഗ്നേഷൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നുണ്ട്, റേഡിയേറ്റർ ഫാൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമുണ്ട്. നമുക്കിനി ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമതായി ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഇൻ ദിസ് സിസ്റ്റം ECM controls the time and timing of the fuel injection from the injector. ഒരു ഇഞ്ചക്ടറിൽ നിന്നും എപ്പോഴാണ് ഫ്യൂൽ സപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര സമയം അത് ഫ്യൂൽ ഇഞ്ചക്റ്റ് ചെയ്യണം, ഇതെല്ലാം അക്കോർഡിംഗ് ടു സിഗ്നൽസ് ഫ്രം ദ വേരിയസ് സെൻസസ്. വ്യത്യസ്തമായിട്ടുള്ള സെൻസറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ECM ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ടൈമിങ്ങും കൺട്രോൾ ചെയ്തിരിക്കുന്നു. So that suitable air fuel mixture is supplied to the engine in each driving condition. എഞ്ചിൻ്റെ ഓരോ കണ്ടീഷൻ അനുസരിച്ച്, എഞ്ചിൻ ഡ്രൈവിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡ് വ്യത്യസ്തമാണ്, സ്പീഡ് വ്യത്യസ്തമാണ്, ടെമ്പറേച്ചർ വ്യത്യസ്തമാണ്, റോഡ് കണ്ടീഷൻ വ്യത്യാസമാണ്. ആക്സിലേറ്റർ പെഡൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റൊരു പൊസിഷൻ വെച്ചുകൊണ്ട് ഒരു സമയത്തും വർക്ക് ചെയ്യുന്നില്ല. അത് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ നമ്മൾ നേരത്തെ പഠിച്ചു, TP സെൻസർ. ആക്ച്വലി ത്രോട്ടിൽ വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് TP സെൻസർ ഉടനടി തന്നെ ECUയിലേക്ക് എത്തിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ECU തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല സെൻസറുകൾ കിട്ടുന്ന സെൻസറുകൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ECU എത്ര ഫ്യൂലാണ്, ഏത് റേഷ്യോ അനുസരിച്ചാണ് എഞ്ചിനകത്തേക്ക് പോകേണ്ടത്, എങ്ങനത്തെ എത്ര തരത്തിലുള്ള റേഷ്യോ ആണ് ഇതിൽ എഞ്ചിനകത്തേക്ക് കിട്ടേണ്ടത് എന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അത് ഫ്യൂൽ സപ്ലൈ കൊടുക്കുന്നു. ഇതെല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്താലാണ് നടക്കുന്നത്. അടുത്ത ഐഡിയൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം. ഐഡിയൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ പെഡൽ ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ എഞ്ചിൻ റൺ ചെയ്യുന്ന പൊസിഷനെ പറയുന്ന പേരാണ് ഐഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ടു കീപ് ദ എഞ്ചിൻ ഐഡിയൽ സ്പീഡ് ആസ് സ്പെസിഫൈഡ് അറ്റ് ആൾ ടൈംസ്. എഞ്ചിൻ്റെ സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡായിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ലോഡ് വ്യത്യാസങ്ങൾ വരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്തും വാഹനം ഓഫ് ആകാതെ പ്രൊപ്പോർഷനായിട്ടുള്ള റേഷ്യോ എഞ്ചിനകത്തേക്ക് കൊടുക്കേണ്ട ചുമതല ഈ ഐഡിയൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റത്തിനാണ് ഉള്ളത്. ഇറ്റ് ഈസ് ഡൺ ബൈ controls the bypass passage airflow by means of ECM and ഐഡിയൽ എയർ കൺട്രോൾ വാൽവ്. ഇത് നടത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഐഡിയൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ECMൻ്റെയും IAC വാൽവിൻ്റെയും സഹായത്താലാണ്. അടുത്തത് ഫ്യൂൽ പമ്പ് കൺട്രോൾ സിസ്റ്റം. നമ്മൾ തൊട്ട് നേരത്തെ പഠിച്ചിരുന്നു, പെട്രോൾ ഫ്യൂൽ പമ്പ് പഠിച്ചിരുന്നു, ഇലക്ട്രിക്കൽ ടൈപ്പ് ഫ്യൂൽ പമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണത് കൺട്രോൾ എന്ന് ചോദിച്ചാൽ, ECM കൺട്രോൾസ് ഓൺ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഫ്യൂൽ പമ്പ് ബൈ turning it on the fuel pump relay under any of conditions. ഏത് കണ്ടീഷനിലാണെങ്കിലും ഒരു റിലേയുടെ സഹായത്താൽ ഫ്യൂൽ പമ്പിനെ ഓൺ ഓഫ് സ്വിച്ച് ആര് കൺട്രോൾ ചെയ്യുന്നു? ECM കൺട്രോൾ ചെയ്യുന്നു. ECM ആണ് എപ്പോഴാണ് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഓഫ് ആകേണ്ടത്, ത്രൂ റിലേയിൽ കൂടെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. While cranking engine CKP sensor, that means crankshaft position sensor. എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പിസ്റ്റൺ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ സിലിണ്ടർ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളത് സിലിണ്ടറിനകത്ത് പിസ്റ്റൺ എവിടെയാണെന്ന് അറിയിക്കുന്ന ഒരു സെൻസർ. CMP സെൻസർ, ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. ക്യാം ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിൽക്കുന്നു, ഇൻലെറ്റ് വാൽവ് അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് അടിസ്ഥാനത്തിലാണ് ഈ CMP സെൻസർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ വായിക്കാമത്. വൈൽ ക്രാങ്കിങ് എഞ്ചിൻ CKP സെൻസർ ഓർ CMP സെൻസർ സിഗ്നൽ ഈസ് ഇൻപുട്ടഡ് ടു ECM. എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്യൂൽ സപ്ലൈ കൺട്രോൾ ചെയ്യാവുന്നത് CKP സെൻസർ, CMP സെൻസർ, ടെമ്പറേച്ചർ സെൻസർ എല്ലാം ഉണ്ട്. അനവധി സെൻസറുണ്ട്. അതെല്ലാം നമ്മളിനി ടൈപ്സ് ഓഫ് സെൻസർ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പഠിക്കാം. എന്താണെങ്കിൽ ഫ്യൂൽ പമ്പ് കൺട്രോൾ സിസ്റ്റം ഫ്യൂൽ പമ്പിനെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ ഓൺ ഓഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ ECMൽ കിട്ടുന്ന സിഗ്നൽസിലെ അനുസരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇഗ്നേഷൻ കൺട്രോൾ സിസ്റ്റം. ഇഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ഫിൽ മിക്സറിനെ കത്തിക്കാനായിട്ട് എഞ്ചിനിൽ കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ് ഇഗ്നേഷൻ എന്ന് പറയുന്നത്, ഇഗ്നേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇഗ്നേഷൻ സിസ്റ്റത്തിലും ഇലക്ട്രോണിക്കലി കൺട്രോൾ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദി സിസ്റ്റം കൺട്രോൾസ് ഇലക്ട്രോണിക്കലി ദ ടൈം ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ടു ഇഗ്നേഷൻ പ്രൈമറി കോയിൽ ആസ് വെൽ ആസ് ഇഗ്നേഷൻ ടൈമിംഗ്. ഇഗ്നേഷൻ സിസ്റ്റത്തിലുള്ള ഇഗ്നേഷൻ കോയിലിലെ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടി എപ്പോൾ എത്ര കറണ്ട് ഒഴുകണമെന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡാണ്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ടാണ് സെക്കൻഡറി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പാർക്ക് പ്ലഗിനകത്ത് സ്പാർക്ക് ലഭിക്കുന്നത്. ഈ സ്പാർക്ക് എഞ്ചിൻ്റെ
ഏത് കണ്ടീഷനിൽ വേരിഡ് സ്പീഡ് ലോഡ് കണ്ടീഷൻ അനുസരിച്ച് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിന് സ്പീഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് എയർലി ആക്കാം, ലാഗിങ് ആക്കാം, കറക്റ്റ് ടൈമിൽ കൊടുക്കാം, ഏത് പൊസിഷനിൽ കൊടുക്കണമെങ്കിലും ഓരോ ഈച്ച് പാർട്ടും ഓരോ സെൻസറുകളും സെൻസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടാണ് ഈ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ ECM കറണ്ടിനെ ഒഴുകാനായിട്ട് അനുവദിക്കുന്നത്. അത് നമുക്ക് ഇഗ്നേഷൻ സിസ്റ്റമിൽ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പഠിക്കാവുന്നതാണ്. ഇനി ECM ജഡ്ജസ് ദ എൻജിൻ കണ്ടീഷൻ ബൈ യൂസിങ് സിഗ്നൽസ് ഫ്രം വേരിയസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ECM ജഡ്ജസ് ദ എൻജിൻ കണ്ടീഷൻസ് ബൈ യൂസിങ് സിഗ്നൽസ് ഫ്രം വേരിയസ് സെൻസേഴ്സ്. ഓരോ സെൻസറിൽ നിന്നും കിട്ടുന്ന സിഗ്നൽസിനെ ECM വളരെ കാര്യമായിട്ട് ജഡ്ജ് ചെയ്യും. അതിന് അനുസൃതമായ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു സിഗ്നൽ ഇഗ്നേഷൻ്റെ പ്രൈമറി കോയിലിൽ കൂടി ഒഴുകുന്ന ഇഗ്നേഷൻ കോയിലിലെ പ്രൈമറി കോയിലിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഫ്ലോ ഒഴുകാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഇഗ്നേഷൻ കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നത്. കൺട്രോൾ ഓഫ് ദിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസ് ഫോളോസ്. എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 3 പൊസിഷൻ വെച്ചുകൊണ്ട് നമുക്കിതിനെ എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഒന്ന്, ഇഗ്നേഷൻ ടൈമിംഗ്, നേരത്തെ പറഞ്ഞു നമ്മൾ ടൈം മാത്രമേ പറഞ്ഞുള്ളൂ പ്രൈമറി കോയിൽ. അതുപോലെ തന്നെ ഇഗ്നേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ കംപ്രഷൻ സ്ട്രോക്കിൽ ഏത് പോയിന്റിലാണ് സ്പാർക്ക് പ്ലഗിൽ കൂടി സ്പാർക്ക് കൊടുക്കേണ്ടത്, ആ ഒരു ഇഞ്ചക്ഷൻ പീരീഡ്, ഇഗ്നേഷൻ പോയിന്റ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇഗ്നേഷൻ ടൈമിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ദ സിലിണ്ടർ ടു ദ സ്പാർക്ക് പ്രൊഡ്യൂസർ ഫ്രം ദ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എഞ്ചിൻ അതിൻ്റെ കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റൻ്റെ പൊസിഷൻ TDCയിൽ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ പറയുന്നത് 3 കണ്ടീഷൻ പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ഇഗ്നേഷൻ ടൈമിംഗ് കൺട്രോൾ അറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇഗ്നേഷൻ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഗ്നേഷൻ ടൈമിംഗ് കൺട്രോൾസ് ആഫ്റ്റർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇഗ്നേഷൻ ടൈമിംഗ് കൺട്രോൾ ചെയ്യണം. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ടൈം കൺട്രോൾ, എത്ര കറണ്ട് ഇതിനകത്തുകൂടി ഒഴുകണമെന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു പൊസിഷൻ. ഈ 3 പൊസിഷനും ഇഗ്നേഷൻ്റെ കൺട്രോൾ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം. നമുക്കറിയാം എഞ്ചിനകത്ത് ഹീറ്റ് വരുന്നുണ്ട്, അതിനൊരു കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് കൺട്രോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ കൂളിംഗ് ഫാനെ കൺട്രോൾ ചെയ്യുന്നതും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ സഹായത്താലാണ്. ദി സിസ്റ്റം കൺട്രോൾസ് ഓൺ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ റേഡിയേറ്റർ ഫാൻ മോട്ടോർ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ത്രൂ ഇലക്ട്രിക്കൽ കൺട്രോളിൻ്റെ സിസ്റ്റത്തിൽ ECMൻ്റെ സഹായത്താലാണ്. റേഡിയേറ്റർ ഫാൻ മോട്ടോർ ടേൺഡ് ഓൺ ആൻഡ് ഓഫ് ബൈ ഇറ്റ്സ് റിലേ വെൻ ECM കൺട്രോൾ. ECM റേഡിയേറ്റർ ഫാൻ കൂളിംഗ് ഫാനിൻ്റെ റിലേ മുഖാന്തരമായിട്ട് റിലേയിൽ കൂടാണ് ECM അതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. റേഡിയേറ്റർ ഫാൻ മോട്ടോർ ടേൺഡ് ഓൺ അറ്റ് above 98 degree centigrade and off at below 93 degree centigrade. റേഡിയേറ്റർ ഫാൻ ഏകദേശം 98 ഡിഗ്രി എബോവ് ആവുന്ന സമയത്ത് ഓണാകുകയും 93 ഡിഗ്രിക്ക് താഴെ എത്തുമ്പോൾ ഓഫാകുകയും ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. ഇനി അടുത്തത് നമ്മൾ പറയുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് എൻജിൻ കൺട്രോൾ മോഡ്യൂൾ അല്ലെങ്കിൽ ECM എന്ന് പറയുന്നതാണ്. ECM ഈസ് ഇൻസ്റ്റാൾഡ് ടു ദ അണ്ടർസൈഡ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റൽ പാനലിന് താഴെയായിട്ടാണ് ECM എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ECM ഈസ് എ പ്രിസിഷൻ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൈക്രോ കമ്പ്യൂട്ടർ, അനലോഗ് ഡിജിറ്റൽ കൺവെർട്ടർ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ECM എന്ന് പറയുന്നത് വളരെ പ്രിസിഷനായിട്ടുള്ളൊരു യൂണിറ്റാണ്. അതൊരു മൈക്രോ കമ്പ്യൂട്ടറാണ്, അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കൺവെർട്ടറും കൂടിയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും കൂടാണ്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ടു കൺട്രോൾ വേരിയസ് ഡിവൈസസ് അക്കോർഡിംഗ് ടു ദ വേരിയസ് സിഗ്നൽസ് ഫ്രം ദ സെൻസേഴ്സ് ആൻഡ് ഡിവൈസസ്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം. EFI സിസ്റ്റത്തിനും അല്ലെങ്കിൽ MPFI സിസ്റ്റത്തിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് ECM എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്ന വ്യത്യസ്തം പല ഡിവൈസസിനെയും വേരിയസ് സിഗ്നൽസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണിത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഫങ്ഷൻ ഇൻക്ലൂഡ്സ് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഡയഗ്നോസിസ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഫെയിൽ സേഫ് ഫംഗ്ഷൻ. സാധാരണ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ സഹായത്താൽ എല്ലാ ഡിവൈസസിനെയും ഇത് കൺട്രോൾ ചെയ്യുന്നു. അതിനുപരിയായി അതിൻ്റെ ഒപ്പം തന്നെ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഡയഗ്നോസ്റ്റിക് ഫംഗ്ഷൻ, വാഹനത്തിൽ എന്തെങ്കിലും ട്രബിൾ വരുന്നുണ്ടെങ്കിൽ അതിനെ സെൽഫായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലും അതിൻ്റെ ഫെയിൽ സേഫ് ഫംഗ്ഷൻ, വാഹനം ഏതെങ്കിലും സ്റ്റാർട്ടിങ് ഫെയിലായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ എന്താണ് ആ ഫാൾട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം കൂടെ ഈ മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടറിൽ അവിടെ
ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ECM എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. കൺക്ലൂഷനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ, അല്ലെങ്കിൽ കാർബറേറ്റർ സിസ്റ്റം മാറി ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വരാനുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്തെന്ന് മനസ്സിലാക്കി. അതായത് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയത്? ഒരു ECM കൺട്രോൾ ചെയ്യപ്പെടുന്ന ഇഞ്ചക്ടറിൽ കൂടെ അറ്റോമൈസ്ഡ് ഫ്യൂവലിനെ എയറിലേക്ക് സ്പ്രേ ചെയ്യുകയും ഒരു കമ്പഷൻ മിക്സ്ചർ നമുക്ക് അവൈലബിൾ ആക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബേസിക് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി. ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനും പോർട്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നതും. അതിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോർട്ട് ഇഞ്ചക്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. മേജർ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് 1 എയർ ഇൻടേക്ക് സിസ്റ്റം, 2 ഫ്യൂൽ ഡെലിവറിങ് സിസ്റ്റം, 3 ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം, 4 എൻജിൻ കൺട്രോൾ മോഡ്യൂൾ. ഇങ്ങനെ 4 തരത്തിലുള്ള കമ്പോണൻറ്റ്സ്. അതായത് എയർ ഇൻടേക്ക് സിസ്റ്റം എന്ന് പറയുന്നതും ഫ്യൂൽ ഡെലിവറി സിസ്റ്റം, 3 ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം, 4 എൻജിൻ കൺട്രോൾ മോഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് വീണ്ടും ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഫ്യൂൽ പമ്പ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഇഗ്നീഷൻ സിസ്റ്റം കൺട്രോൾ ഉണ്ട്, റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഫർദർ വീണ്ടും ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻസറുകളും മറ്റുള്ള ഡിവൈസസ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.